എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. മറ്റൊന്നുമല്ല കേട്ടോ, കുറച്ച് തിരക്കും കാര്യങ്ങളും, തിരക്കല്ല, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു ഫെബ്രുവരി 6 വന്നു കഴിഞ്ഞാൽ മോൾക്ക് 3 മാസം കംപ്ലീറ്റ് ആവും. മോളാണ് കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോളുടെ പേരിട്ടത് ക്ഷേത്ര എന്നാണ്. നമ്മൾ ക്ഷേത്തു എന്ന് വിളിക്കും. മൂത്ത മോളുടെ പേര് ലക്ഷ്യ എന്നാണ് കേട്ടോ, ലച്ചു എന്നാണ് വിളിക്കുക ഇവളുടെ പേര് ക്ഷേത്ര എന്നിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്തൊക്കെ വീഡിയോ എന്താ ഇടാന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളെയും കൊണ്ട്. അതല്ല, മോൾക്ക് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഇത്തിരി രീതിയിൽ നന്നായിട്ട് നല്ല രീതിയിൽ മഞ്ഞ ഉണ്ടായിരുന്നത്, ജോണ്ടിസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ജോണ്ടിസ് അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്നതിന് ശേഷം 3-4 ദിവസം വെയിലൊക്കെ കൊള്ളിക്കുന്ന സമയത്ത് അതങ്ങോട്ട് മാറിക്കൊള്ളും. അങ്ങനെയായിരുന്നു ഞങ്ങളും വിചാരിച്ചത്. പക്ഷേ ഇവിടെ അറിയാമല്ലോ, ഞാനിപ്പോൾ കുവൈത്തിലാണ്, ഏട്ടൻ്റെ കൂടെ ഡെലിവറിയൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ വെയിലിൻ്റെ ആ ഒരു നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ വെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നല്ല, മോളുടെ ജോണ്ടിസ് നല്ല ഹൈ ആയിട്ട് മാറി. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. 300 എബോവ് ആയി ജോണ്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അവർ ഫോട്ടോതെറാപ്പിയിൽ വെച്ചു. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു 2-3 ദിവസം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു പ്രസവക്കുളിയും അതൊക്കെ കഴിഞ്ഞ് ഇത്തിരി ഒന്ന്, പിന്നെ ഭയങ്കര പെയിനായിരുന്നു എനിക്ക്. ഈ ഒരു ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് വിചാരിച്ച പോലെ ആരെയും കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. പിന്നെ പക്ഷേ 2-3 ചേച്ചിമാരുണ്ടായിരുന്നു സഹായത്തിന്. എന്നാലും പിന്നെ ഏട്ടനും ഇവിടെ ലീവ് എടുത്തിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നാലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള കാര്യം മോളെയും കൊണ്ട് തന്നെയാണ്, അവളുടെ ഹോസ്പിറ്റലും. പിന്നെ ഈ ഒരു നമ്മൾ മോളെ അഡ്മിറ്റ് ആക്കി ഡിസ്ചാർജ് വന്നതിന് ശേഷം ആഴ്ചയിൽ അവളെ ചെക്കപ്പിന് കൊണ്ടുപോകണം. ഇത് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റിക്കവറായിട്ട് വന്നു. ജോണ്ടിസിൻ്റെ ആ ഒരു കൗണ്ട് നന്നായിട്ട് കുറഞ്ഞു വന്നു. അപ്പോൾ മോൾക്ക് വന്നത് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജോണ്ടിസ് അല്ല, ബ്രസ്റ്റ് മിൽക്ക് ജോണ്ടിസ് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ പാല് കൊടുക്കുന്നതിന് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക്, അതായത് നമ്മുടെ മുലപ്പാലുമായിട്ട് ആ ഒരു കുഞ്ഞൊന്ന് ബോണ്ടായിട്ട് വരണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ജോണ്ടിസിൻ്റെ കൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്നായിട്ട് ബോണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ മോളുടെ വെയിറ്റ് കൂടുന്നുണ്ടായിരുന്നില്ല. ഈ ജോണ്ടിസിൻ്റെ ആ ഒരു അളവ് കൂടുന്നു, കൗണ്ട് കൂടുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനായിരുന്നു. ഞാൻ പാല് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ മോളുടെ വെയിറ്റും കൂടുന്നില്ല, ഈ ഒരു ജോണ്ടിസിൻ്റെ ആ ഒരു കൗണ്ടും കൂടുന്നു. ആകെ മൊത്തം ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. ആ മോളുടെ വെയിറ്റൊക്കെ കൂടി വന്നു, ജോണ്ടിസിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞും വന്നു. അപ്പോൾ അതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ചിട്ട് മോള് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായിട്ട് വന്നതിന് ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെയായിട്ട് കുറച്ചൊന്ന് സംസാരിച്ചിരിക്കാമെന്ന്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വീഡിയോ ഇടാമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഇപ്പം മോള് സുഖമായിട്ടിരിക്കുന്നു, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മോളെ ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ഉറക്കമാണ് ആൾ. രാത്രി ഉറക്കം കുറവാണ്, അറിയാമല്ലോ, എല്ലാ മക്കളെയും പോലെ രാത്രി കുറച്ച് ഉറക്കം കുറവാണ്. എന്നാലും വലിയ കുഴപ്പമില്ല. ഈ പകലാണ് പുള്ളിക്കാരി കൂടുതൽ ഉറങ്ങുന്നത്. അപ്പോൾ ഞാനും പകൽ കുറച്ച് കിടന്ന് ഉറങ്ങും. ഇപ്പോൾ സമയം ഇവിടെ 9 മണിയായിട്ടുണ്ട്. ഇപ്പോഴേ എഴുന്നേറ്റതേ ഉള്ളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെയൊക്കെയാണുള്ളത്. അവൾ എഴുന്നേൽക്കുന്ന മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കണം. പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ചേച്ചി ഡെയിലി ഇല്ല, ആൾട്ടർനേറ്റീവ്, അതായത് ഇന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ ഉണ്ടാവില്ല, അങ്ങനെ ഇടവിട്ട ദിവസങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇപ്പം മോളെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാനൊന്ന് പാല് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് ആളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി സാധാരണ രാത്രി മോശമില്ലാതെ ഉറങ്ങാറുണ്ട്, പക്ഷെ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി എവിടെയോ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ മൊബൈൽ അധികം അടുത്ത് കൊണ്ടുവരുന്നില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആള്, കളിക്കുകയാണ് എഴുന്നേറ്റുടനെ തന്നെ. ഇനിയൊന്ന് ഞാൻ പാല് കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടിരിക്കുന്നത്. കാലൊക്കെ കവറിങ് ആണ്. നല്ലതെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. മറ്റേ കയ്യിലും കൂടി ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ ഉറക്കിൽ എവിടെയോ കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പാല് കൊടുത്തിട്ട് വരട്ടെ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മോളെ ഞാനൊന്ന് ഫ്രഷ് ആക്കാൻ കേട്ടോ.
പാമ്പറും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഡെയിലി ഞാൻ കുളിപ്പിക്കാറില്ല, കാരണം നല്ല തണുപ്പാണ്. 2-3 ദിവസം കൂടുമ്പോഴേ ഞാൻ കുളിപ്പിക്കാറുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് അവളിങ്ങനെ ഒരു തണുപ്പ് കാരണം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. അത് കാരണം എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ ഡെയിലി ഒന്നും കുളിപ്പിക്കാറില്ല. നന്നായിട്ട് ചൂടുള്ള തുണി വെച്ചിട്ട് മേലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കും ഡെയിലി. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. മുഴുവനായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നതെങ്കിലും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് കാരണം കിടുകിടാ വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് കുളിപ്പിക്കാൻ തോന്നില്ല. പിന്നെ എന്തെങ്കിലും അസുഖം വരുന്നതിന് എനിക്ക് വലിയ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി കുളിപ്പിക്കുന്ന പരിപാടി അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ ഇവളെ കാണിക്കുന്ന ഡോക്ടറും പറഞ്ഞു ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഡെയിലി കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോഴേ കുളിപ്പിച്ചാൽ മതി. ഞാൻ 2 ദിവസം കൂടുമ്പോൾ 3-4 ദിവസങ്ങളൊക്കെ ആക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ് ഇവിടെ ഇങ്ങനത്തെ കാലാവസ്ഥ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഹിമാലയയുടെ ബോഡി മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾ കളിക്കുന്നുണ്ട് അത്യാവശ്യം. എല്ലാം ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കളിക്കും കേട്ടോ. പിന്നെ വീണ്ടും കരയാൻ തുടങ്ങും. പിന്നെ പാല് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴത്തേ ഇതാണ് കേട്ടോ ആൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രഷായി. നമുക്ക് പാമ്പറും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പം നല്ലൊരു മൂഡിലിരിക്കുകയാണ്. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷേത്തു മോള്. ക്ഷേത്ര എന്ന് വിളിക്കല്ല, ക്ഷേത്രമോള് നമ്മൾ ഷേത്തു എന്ന് വിളിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പുള്ളിക്കാരി ഇങ്ങോട്ടോ നോക്കുകയാണ് കേട്ടോ. ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ലൈറ്റിലേക്കാണ് നോട്ടം. പിന്നെ ഈ ഒരു ഡോറിലിരിക്കുന്നത് കംപ്ലീറ്റ് മോളുടെ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അവൾ സ്കൂളില്ലാത്ത സമയങ്ങളിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡോറിൽ ഒട്ടിച്ച് വയ്ക്കും. അതാണ് അവളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ആളെന്ന് പറയുന്നത്. എങ്ങോട്ടോ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നന്നായിട്ട് മഞ്ഞ ഉണ്ടായിരുന്നു, ഒക്കെ മഞ്ഞ കളറായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലച്ചു വരുന്ന സമയത്ത് മോളെ ഒറ്റക്കാക്കിയിട്ട് തനിച്ചാക്കിയിട്ട് താഴെ അവളെ കൂട്ടാൻ പോകണം. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സാധാരണ സമയങ്ങളിൽ ഏട്ടനായിരുന്നു കൂട്ടാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏട്ടൻ്റെ ഓഫീസ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പം ഞാനായിട്ട് കൊണ്ടുപോയിട്ട് കൂട്ടാറുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫുഡ് വെക്കാനൊക്കെ ഒരു ചേച്ചി വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ നോക്കുകയാണ്. അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലൂടെ വെളിച്ചം വരുന്നതാണ് നോക്കുന്നത്. ഇങ്ങോട്ടോക്കി. ഈ ഫെബ്രുവരി 6-ന് മോൾക്ക് 3 മാസം കംപ്ലീറ്റ് ആവും കേട്ടോ. നവംബർ 6-നായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഫെബ്രുവരി 6 ആകുമ്പോഴത്തേക്ക് 3 മാസം കംപ്ലീറ്റ് ആവും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. എൻ്റെ സിസേറിനായിരുന്നു. മുന്നേതും സിസേറിനായിരുന്നു, നോർമലായിരുന്നില്ല. അപ്പോൾ ഇതും സിസേറിയൻ ചെയ്തു. പിന്നെ എനിക്ക് ഡയലേഷൻ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കണം എന്നറിയില്ല, ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ. ഞാൻ ആ ഒരു ഇതിൽ നിന്ന് എന്താ പറയുക മുന്നോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഞാനായിട്ടൊന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വേദന കൊണ്ട് തന്നെ എനിക്ക് ബെഡിൽ നിന്ന് കറക്റ്റായിട്ട് ഒന്നൊന്നര ആഴ്ച കറക്റ്റായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓക്കെ, ഇപ്പോഴൊന്നുമില്ല, നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയായി. അപ്പോൾ ഇവളെ ഞാൻ എന്തായാലും കളിക്കാൻ അവിടെ കിടത്തിട്ട് കേട്ടോ. എടുത്തിരുന്നാൽ അത് തന്നെ ശീലമാകും മോൾക്ക്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എടുത്തിരുന്ന് അത് ശീലിപ്പിച്ച പിന്നെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനങ്ങനെ നടക്കാറില്ല, എടുത്തിരിക്കാറില്ല. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോയി കിടത്തും. വയറൊക്കെ നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് ഉറങ്ങിക്കോളും കേട്ടോ. രാത്രി ഉറങ്ങാനാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. രാത്രി ഉറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏട്ടന് ഞാനിങ്ങനെ ഉറക്കൊഴിച്ചിരിക്കും. അധികം ഞാൻ ഏട്ടനെ വിളിക്കാറില്ല, കാരണം രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകേണ്ട ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഏട്ടനധികം വിളിക്കാറില്ല. ഞാൻ തന്നെ നോക്കും. എന്നാലും ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏട്ടൻ പതുക്കെ
അപ്പോൾ ലച്ചു വരാറായിട്ടുണ്ട് കേട്ടോ. സമയം ഇവിടെ ഏകദേശം 1:45 2 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ മോളെ ഞാൻ അവിടെ കിടത്തിയിട്ട് ഓടി പോവുകയാണ്. ഡ്രൈവർ താഴെ എത്താനായാലേ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിസ് കോൾ അടിക്കണം. അപ്പോൾ ഫോണിൽ മിസ് കോൾ വന്നതിന് ശേഷം മാത്രമേ ഞാൻ താഴോട്ട് പോകാറുള്ളൂ. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണമല്ലോ. അതുവരെ മോള് റൂമിൽ തനിച്ചായതുകൊണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ഇവിടെ എത്താനാകുമ്പോൾ ഒരു മിസ് കോൾ അടിക്കാൻ പറയും. അപ്പോൾ തന്നെ ഞാൻ താഴോട്ട് പോകും. അപ്പോൾ മിസ് കോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ താഴെ ലച്ചുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് ലച്ചുവിന് ബസ് ഓൾറെഡി അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അവർ ഡോർ ഓപ്പൺ ചെയ്തിട്ട്, ഇവളുടെ മാത്രമല്ല ഏത് കുട്ടിയായാലും പാരൻസ് വന്നാലും മാത്രമേ പുറത്ത് ഇറക്കി വിടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ലച്ചുകുട്ടി വരണുണ്ട്. അവൾക്കറിയില്ല എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ളത്. കാരണം ഞാൻ കുറേ ആയാലും വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അവൾ നിർത്തി ചോദിക്കുകയാണ് വീഡിയോ എടുക്കുകയാണ്. അവൾ വിചാരിച്ചു ആരോ നാട്ടിൽ നിന്ന് വീഡിയോ കോൾ വിളിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി റൂമിലോട്ട് പോവുകയാണ്. ഓ ഓ ഓ ഓ അപ്പോൾ മോളിതേ ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ ഇതിൽ കുറച്ച് സമയം ആ ഒരു ഹാങ്ങിങ് ഒക്കെ നോക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് കളിച്ചോളും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ലച്ചുവിനെ ഞാനൊന്ന് ഫ്രഷ് ആക്കി. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവൾ കരഞ്ഞിട്ട് ഞാൻ പാൽ കൊടുത്തപ്പോൾ ഇതേ ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ചോറ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വെറുതെ ലച്ചുവിൻ്റെ ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്തൊക്കെയാണ് ഇന്ന് സ്കൂളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അറബിക്ക് എക്സാമിൻ്റെ ആൻസർ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അറബിക്ക് അവൾക്ക് വലിയ പിടിയില്ല. പറഞ്ഞു കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. എന്നേക്കാൾ കൂടുതൽ കുറച്ചും കൂടി അവൾക്കാണ് എന്തായാലും അറിയുന്നത്. കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അറബിക്കൊന്നും തെറ്റിക്കഴിഞ്ഞാലൊന്നും ഒന്നും പറയാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് മാത്സിൻ്റെ എന്തോ ആക്ടിവിറ്റീസ് കൊടുത്തതാണ്. പിന്നെ ഇത് ഹിന്ദിയുടെ പേപ്പറാണ് കേട്ടോ. ഇതിലൊക്കെ ഫുൾ മാർക്കാണ് എക്സലൻ്റിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഹിന്ദിയുടെ എക്സാം ഓൾറെഡി അവൾക്ക് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കുമായിരുന്നു. പിന്നെ ഉള്ളത് ഇംഗ്ലീഷിൻ്റെ എക്സാമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ എക്സാമിന് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല, ആബ്സെൻ്റ് ആയിരുന്നു കേട്ടോ. ആബ്സെൻ്റ് എന്ന് മാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാം തന്നു വിട്ടതാണ് കേട്ടോ അത്. പിന്നെ മാത്സിൻ്റെത് ഫുൾ മാർക്കാണ് കേട്ടോ. അതിന് എക്സലൻ്റ് എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അറബിക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്കറിയില്ല. പിന്നെ ട്യൂഷന് വിടണം, കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ ലഞ്ച് എടുക്കുന്ന ഒരു സമയം കൊണ്ട് ലഞ്ച് ടേബ് നോക്കുമായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ ലഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മോള് ഉറങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ലഞ്ചും കൂടി ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിന് സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. സാധാരണ രീതിയിൽ ചോറ്, അതേപോലെ കോവയ്ക്ക ഉപ്പേരി ഉണ്ട്. ഞങ്ങൾ വറവ് എന്നാണ് കേട്ടോ കറക്റ്റായിട്ട് പറയാറുള്ളത്. ഉപ്പേരി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഉപ്പേരി ഉണ്ട്, പിന്നെ കൂട്ടുകറിയുണ്ട്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചേനാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കറിയായിട്ടുള്ളത് രാവിലെ ഞാൻ കാണിച്ചത് ഞണ്ടിൻ്റെ കറിയാണ്. അപ്പോൾ അത് എല്ലാം വെക്കുമ്പോഴേ ഇച്ചിരി കൂടുതൽ വയ്ക്കും. എന്നിട്ട് ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് നാളത്തേക്കും കൂടി എടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വാവ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഫുഡ് കഴിക്കട്ടെ. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കാരണം പിന്നെ അവളെ എടുത്തുകൊണ്ട് കഴിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ ലച്ചും പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കലാണ്. രാവിലെ സമയം കിട്ടുമ്പോൾ എപ്പോഴാണോ അത് ഞാൻ ചെയ്ത് വയ്ക്കും കേട്ടോ. ഇപ്പോൾ രാവിലെ പാത്രം കഴുകാൻ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ. അവൾ എഴുന്നേക്കും, പിന്നെ അവളുടെ പിന്നാലെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി വാഷ് ബേസിൽ അവിടെ ഇടും. എനിക്ക് കിട്ടുന്ന സമയത്ത് കഴുകിയെടുക്കാറാണ് പതിവ്. അവൾ ഉറങ്ങുന്ന സമയത്ത് പാത്രം കഴുകും. അതേപോലെ അടിച്ച് വരാനുണ്ടെങ്കിൽ അടിച്ച് വരും. തൂത്തുടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. ബാക്കിയൊക്കെ ചേച്ചി ചെയ്ത് തരാറുണ്ട്. ചേച്ചി വരാത്ത ദിവസങ്ങളാണ് കേട്ടോ പറയുന്നത്. പിന്നെ തുണി വിരിച്ചിട്ടുണ്ട് പുറത്ത്, അത് പോയിട്ട് എടുക്കണം. എന്നിട്ട് എനിക്കൊന്ന് ഫ്രഷ് ആവണം. എല്ലാം അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് തുണിയൊക്കെ വിരിച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണ്.
എന്നിട്ട് ഞങ്ങൾക്കൊന്ന് പെട്ടെന്നൊന്ന് പോയിട്ട് ഫ്രഷ് ആവുകയും ചെയ്യണം. ഇപ്പോഴേക്കും കേട്ടോ, ആൾ കുറച്ച് സമയം മാത്രമേ ഉറങ്ങുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, പക്ഷേ ആ ഒരു ഉറങ്ങുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്, അവർ ഇടങ്ങുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂർ അത്രയേ ഉറങ്ങത്തുള്ളൂ. എന്നിട്ട് എഴുന്നേക്കും, പാൽ കുടിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവളുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വിരിച്ചിട്ടത് എടുത്തിട്ട് പോയിട്ട് ഫ്രഷ് ആവട്ടെ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ 3 പേരും കൂടി ഉറങ്ങേണ്ട പരിപാടിയാണ് ഉച്ചയ്ക്ക്. മോൾ ഉറങ്ങിയാൽ എല്ലാം നടക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാതിരിക്കേണ്ടി വരും. അവളുടെ നല്ലൊരു ഉറക്കം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി ഉറങ്ങും ഇല്ലെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ ഇന്നലത്തെ ഉറക്ക് മുഴുവനായിട്ട് ബാക്കിയുണ്ട്. മോള് കളിക്കുന്ന സമയത്ത് ഞാൻ ഫ്രഷായി. തല ഡെയിലി കുളിക്കാറില്ല കേട്ടോ. തല കുളിച്ച് കഴിഞ്ഞാൽ മുടി മൊത്തം കൊഴിയും. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുഴപ്പമാണോ അല്ല എൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. തല ഞാൻ ഡെയിലി കുളിക്കാറില്ല. 2 ദിവസം കൂടുമ്പോൾ മാത്രമേ കുളിക്കാറുള്ളൂ. പിന്നെ ലച്ചുവിന് നന്നായിട്ട് ഉറക്ക് വരുന്നുണ്ട്. അവൾക്ക് സ്കൂൾ ബസ് 6:30 ആകുമ്പോഴും സ്കൂൾ ബസ് വരും. അപ്പോൾ ഒരു 5:30 5:45 അങ്ങനെ എഴുന്നേറ്റാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇയാൾ നല്ല കളിയിലാണ്. ഉറങ്ങേണ്ട പരിപാടിയൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ലച്ചു ഉറങ്ങാൻ പോവാണ്. അല്ല ലച്ചു? അപ്പോൾ എന്തായാലും ലച്ചു ഉറങ്ങാൻ പോവാണ്. ഞാനൊന്ന് ചുമ്മാ കിടക്കട്ടെ. ഇന്നലത്തെ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിങ്ങോ കാണുമ്പോഴേക്കും ബൈ ബൈ ബൈ.